ഹായ്. അപ്പോൾ ഇന്ന് ഈ ഓണക്കാലത്തെ വൻ വിജയങ്ങളെക്കുറിച്ചോ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തതിനെ കുറിച്ചോ ഒന്നുമല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ തന്നെ ഞാൻ തുടങ്ങാം. അതായത് വിജയിക്കാൻ അർഹതയുണ്ടായിട്ടും ഓണക്കാലത്തെ സിനിമകളുടെ കുത്തൊഴുക്കിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നത് കൊണ്ടോ അതുമല്ലെങ്കിൽ അണിയറ പ്രവർത്തകരുടെ ഭാഗ്യക്കേട് കൊണ്ടോ തിയേറ്ററിൽ ശ്രദ്ധിക്കാതെ പോയ ചില നല്ല സിനിമകൾ, ചില കലാകാരന്മാരുടെ അപ്രതീക്ഷിത പ്രകടനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഭാഗ്യക്കേട് എന്ന് പറയാൻ കാരണം അന്ധവിശ്വാസം കൊണ്ടൊന്നല്ല കേട്ടോ. ഇനി ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് കൂടി പറയാം. ഈ ചിത്രങ്ങളൊക്കെ OTT വരുമ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൽ ആദ്യം പറയേണ്ടത്, എല്ലാ മാസവും മിനിമം ഒരു പടവുമായി തിയേറ്ററിലേക്ക് വന്നിട്ട് ദീപാവലി ആഘോഷിക്കാൻ എത്തുന്ന നമ്മളുടെ അർജുൻ അശോകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നല്ല പ്രകടനം ശ്രദ്ധ നേടാതെ പോയി. അതായത് അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാവുന്ന ഒരു പ്രകടനം. കൂടാതെ മലയാളത്തിലെ ആദ്യ സിനിമയിലൂടെ തന്നെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച രേവതി ശർമ്മ എന്ന നടിയുടെ പ്രകടനവും ശ്രദ്ധ നേടാതെ പോയി. ഒപ്പം നല്ല ഒരു പ്രമേയം മികച്ച തിരക്കഥയുടെ പിൻബലത്തിൽ ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തപ്പോൾ എല്ലാ നടീനടന്മാരും നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമ, അതായത് തലവര എന്ന ചിത്രം. അത് ആദ്യം ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചു. കൂലിയും വാർട്ടവും ഇറങ്ങുന്നതുകൊണ്ടായിരിക്കാം ഓണച്ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ആഴ്ച, അതായത് ഓഗസ്റ്റ് 22 തിയേറ്ററുകളിലേക്ക് എത്തി ആരും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഓണച്ചിത്രങ്ങൾക്കായിട്ട് പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് പോവാതെ വിശ്രമിച്ചു. നഷ്ടം സംഭവിച്ചത് ശരിക്കും നടീനടന്മാർക്കാണ്. കാരണം അതിന്റെ OTT റൈറ്റ്സ് റിലീസിന് മുന്നേ തന്നെ വിറ്റുപോയതാണ്. അതുകൊണ്ട് പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമൊന്നുമില്ല. അടുത്ത എടുത്തു പറയേണ്ട ചിത്രം എന്ന് പറയുന്നത് പർദ്ദയാണ്. അതായത് തെലുങ്കിൽ നിന്ന് മലയാളം ഡബ്ഡ് മൂവിയായിട്ട് കേരളത്തിലെത്തിയ മലയാളികളായ അനുപമ പരമേശ്വരനും ദർശനയും നായികമാരായിട്ടെത്തിയ നല്ല ഒരു സിനിമ. അതില് അനുപമയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അനുപമ ഒത്തിരി പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു സിനിമയുമായിരുന്നു ഇത്. ഒപ്പം ഒത്തിരി നാടുകളിലൂടെ സഞ്ചരിച്ച് ചിത്രീകരിച്ച ക്യാമറ വർക്കിന് ഒത്തിരി പ്രശംസകൾ ഏറ്റുവാങ്ങിയ ചിത്രം കൂടിയായിരുന്നു ഈ പർദ്ദ എന്ന് പറയുന്നത്. അതും കേരളത്തിലെത്തിയത് ഓഗസ്റ്റ് 22 തന്നെയായിരുന്നു. അതോടെ തലവരയുടെ ഗതി തന്നെയായിപ്പോയി പർദ്ദയ്ക്ക്. ഇനി മൂന്നാമത്തെ ചിത്രം, അതാണെങ്കിൽ ക്യാമറ വർക്ക് ഗംഭീരം, ഫൈറ്റ് ഗംഭീരം, പാട്ടുകൾ ഗംഭീരം, നായകനും നായികയും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. സംവിധായകൻ മാത്രം അദ്ദേഹത്തിന്റെ ആദ്യ വർക്കായതുകൊണ്ട് ചില പോരായ്മകൾ ഉണ്ടായിരുന്നെന്ന് പറയാതെ വയ്യ. പക്ഷെ അത് ശ്രദ്ധിക്കാതെ പോകാൻ കാരണം അവരുടെ തന്നെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നതാവും ശരി. കാരണം ലാലേട്ടനും സത്യനന്ദിക്കാടും 15 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം വരുന്നു. ഒപ്പം ലോക എന്ന ടെക് പാക്കഡ് ചിത്രവും ഇറങ്ങുന്നു. അങ്ങനെ ആ ഉത്സവകാലത്ത് തന്നെ റിലീസ് ചെയ്യാനുള്ള ആനമണ്ടത്തരം കാണിച്ച മേനെ പ്യാർ കിയ എന്ന ചിത്രം, അത് മറ്റേതെങ്കിലും സാധാരണ സമയത്ത് ഇറക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം തിയേറ്ററുകളിൽ ഓടേണ്ടിയിരുന്ന ചിത്രമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം അംഗീകരിക്കപ്പെടേണ്ടിയിരുന്ന, എന്നാൽ ഓണത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ട് ശ്രദ്ധ നേടാതെ പോയ ചിത്രങ്ങളാണ്. ഒപ്പം ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ യഥാർത്ഥ പരാജയം നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലും ഇത് പെടുത്തിയെന്നേ ഉള്ളൂ. സോ മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് എത്തുന്നവരെ ബൈ ബൈ.